PC നിയമനത്തിനുള്ള പ്രതിനിധിയെ നിശ്ചയിക്കാൻ ചേർന്ന കേരള സർവകലാശാല യോഗത്തിൽ നാടകീയ രംഗങ്ങൾ. സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള ഗവർണറുടെ നീക്കം നിയമവിരുദ്ധമാണെന്ന് പ്രമേയം യോഗം പാസാക്കി. വൈസ് ചാൻസലർക്ക് പകരം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷത വഹിച്ചാണ് പ്രമേയം പാസാക്കിയത്. പ്രമേയം പാസായിട്ടില്ല എന്ന VCയുടെ നിലപാട് മന്ത്രിയും VCയും തമ്മിൽ വാക്പോരിനിടയാക്കി. അതേസമയം പ്രക്ഷുബ്ധാവസ്ഥയെ തുടർന്നാണ് സെനറ്റ് യോഗം പിരിച്ചുവിട്ടതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. വൈസ് ചാൻസലറെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെടുന്ന സമിതിയിലേക്കുള്ള സെനറ്റിൻ്റെ പ്രതിനിധിയെ നോമിനേറ്റ് ചെയ്യുന്നതിനാണ് യോഗം വിളിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട ചാൻസലറുടെ അഭാവത്തിൽ പ്രോ ചാൻസലർ എന്നുള്ള നിലയ്ക്ക് അതിൽ അധ്യക്ഷത വഹിക്കുകയാണ് ചെയ്തത്. ഇന്നത്തെ യോഗത്തിൻ്റെ അജണ്ട ഈ തെരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒരംഗം എഴുന്നേറ്റ് നിന്ന് ഇത് സുപ്രീം കോടതി വിധിക്ക് വിരുദ്ധമായ കാര്യമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു. വളരെ വിക്ഷുബ്ധമായ അന്തരീക്ഷമായിരുന്നു. തുടർന്ന് അവിടെ യാതൊരു വിധത്തിലുള്ള യോഗ നടപടികളും തുടർന്ന് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ യോഗം പിരിച്ചുവിട്ടു. VA ഗിരീഷ് വിവരങ്ങളുമായി. ഗിരീഷ്, ഇതിൽ സംശയങ്ങൾ തുടരുകയാണ്. അതായത് സെർച്ച് കമ്മിറ്റി രൂപീകരണം തന്നെ നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞ് പ്രമേയം പാസാക്കുന്നു എന്നതാണിപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്ത് എന്നതാണ് മന്ത്രി പറയുന്നത്. പക്ഷേ അത് കൂടുതൽ വ്യക്തതയോടെ മന്ത്രി പറയുന്നില്ല എന്നുള്ളതാണ്. അതിൽ അംഗത്തെ നിർദ്ദേശിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി ഒന്നും പറയാതെ മന്ത്രി പോവുകയും ചെയ്യുന്നു. നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് എന്താണ്? അനുജ, ഒരു തീരുമാനമെടുക്കാതെയും തികഞ്ഞ ആശയക്കുഴപ്പവും അവ്യക്തതയും അവശേഷിപ്പിച്ചുമാണ് ഇന്നത്തെ സെനറ്റ് യോഗം പിരിഞ്ഞത് എന്നുള്ളതാണ് വാസ്തവം. സെനറ്റ് യോഗം തുടങ്ങിയപ്പോൾ തന്നെ പ്രക്ഷുബ്ധമായിരുന്നു. പ്രോ ചാൻസലർ കൂടിയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. മന്ത്രി അജണ്ട വായിച്ചപ്പോൾ തന്നെ ഇടതങ്ങൾ പ്രതിഷേധവുമായി എഴുന്നേൽക്കുകയായിരുന്നു. ഇത് ഗവർണറുടെ നോമിനികൾ എതിർത്തതോടെ വാഗ്വാദം തുടങ്ങി. സെർച്ച് കമ്മിറ്റി രൂപീകരണം നിയമവിരുദ്ധമാണെന്നും പ്രതിനിധിയെ നൽകേണ്ടതില്ലെന്നുമുള്ള പ്രമേയം ഇതിനിടെ ഇടതംഗം ആർ നസീബ് അവതരിപ്പിച്ചു. ഇതോടെ ഇടതങ്ങളും UDF അംഗങ്ങളും ഗവർണറുടെ പ്രതിനിധികളുമെല്ലാം ബഹളവുമായി നടുത്തളത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. ഇതിനിടെയാണ് ഭൂരിപക്ഷ പ്രകാരം പ്രമേയം പാസ്സായെന്നും യോഗം പിരിഞ്ഞതെന്നും മന്ത്രി ആർ ബിന്ദു അറിയിച്ചത്. എന്നാൽ ഇത് വൈസ് ചാൻസലറുമായിട്ടുള്ള തർക്കത്തിന് കാരണമായി. താനാണ് യോഗം വിളിച്ചതെന്നും പ്രമേയം പാസ്സാക്കിയിട്ടില്ലെന്നുമായിരുന്നു VCയുടെ നിലപാട്. പിന്നീടാണ് പുറത്തേക്ക് വന്ന മന്ത്രി കൂടുതൽ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്. ഏതായാലും സെർച്ച് കമ്മിറ്റിയിലേക്ക് UDF അംഗങ്ങൾ മുൻ കാലടി VC ഡോക്ടർ ദിലീപ് കുമാറിന്റെ പേരും ഗവർണറുടെ നോമിനികൾ MKC നായരുടെ പേരും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്നത്തെ യോഗത്തിൽ ഒരു തീരുമാനവും സെനറ്റ് യോഗത്തിൻ്റെതായി പറയാൻ കഴിയില്ല. മാത്രമല്ല, ഇക്കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പേര് ഈ ഒരു സാഹചര്യത്തിൽ ഗവർണർക്ക് നൽകുന്നത് കൂടുതൽ നിയമ പോരാട്ടത്തിലേക്ക്, നിയമ നടപടികളിലേക്കും ഇടയാക്കും എന്നുള്ളതാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നതും. അനുജ, സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിനായുള്ള കേരള സർവകലാശാല സെനറ്റ് യോഗത്തിലാണ് ഇന്ന് വാഗ്വാദമുണ്ടായത്. തുടർന്ന് യോഗം അവസാനിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഈ സെർച്ച് കമ്മിറ്റി രൂപീകരണം നിയമവിരുദ്ധമാണ് എന്ന് പ്രമേയം പാസാക്കി എന്നതാണ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച പ്രോ ചാൻസലർ കൂടിയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചത്.